ചെറു ഡീസൽ കാറുകളുടെ ഉൽപാദനം അവസാനിപ്പിക്കാനൊരുങ്ങി ജപ്പാനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട 2020 ഏപ്രിൽ 1 ഇന്ത്യൻ വിപണിയിലെത്തുന്ന വാഹനങ്ങൾക്ക് BS6 നിലവാരമുള്ള എഞ്ചിൻ നിർബന്ധമാക്കിയതോടെയാണ് ഡീസൽ കാറുകളുടെ ഉൽപാദനം കമ്പനി അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. അതേസമയം പ്രീമിയം നിരയിലെ വാഹനങ്ങളുടെ വിൽപ്പന തുടരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നോവ ക്രിസ്റ്റ, ഫോർച്യൂണർ തുടങ്ങിയ മോഡലുകളിലെയും ഡീസൽ പതിപ്പുകളുടെ വിൽപ്പന തുടരുമെന്ന് കമ്പനി അറിയിച്ചു. വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള മോഡലുകളാണിതെന്നും കമ്പനി അറിയിച്ചു. ഇന്ത്യൻ വിപണിയിൽ കമ്പനിയുടെ 85% ഡീസൽ വാഹനങ്ങളാണ്. 2019 ജനുവരി മുതൽ 2019 സെപ്റ്റംബർ വരെ 99,979 വാഹനങ്ങളാണ് നിരത്തിലെത്തിയത്. എന്നാൽ ഇതിൽ 60% യൂട്ടിലിറ്റി വാഹനങ്ങളായ ഇന്നോവ, ഫോർച്യൂണർ മോഡലുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മോഡലുകളുടെ ഡീസൽ പതിപ്പുകളെ പിൻവലിക്കില്ലെന്ന് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ടൊയോട്ട അവതരിപ്പിക്കുന്ന ചെറുകാറാണ് ലിവ. ഇരു എഞ്ചിനുകളിലും വാഹനം വിപണിയിൽ ലഭ്യമാണ്. അതേസമയം BS6 എത്തുന്നതോടെ ലിവയുടെ ഡീസൽ പതിപ്പ് വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാവുമെന്നതാണ് റിപ്പോർട്ട്. എത്തിയോസ് ലിവയിലെ 1.4 ലിറ്റർ ഡീസൽ യൂണിറ്റ് 67 bhp കരുത്തും 170 Nm ടോർക്കും കുറിക്കുന്നതാണ്. മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷൻ മാത്രമേ എത്തിയോസ് ലിവയിലുള്ളൂ. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി, മഹീന്ദ്ര, ടാറ്റ, റെനോ എന്നിവരെല്ലാം നിരയിലെ ചെറു ഡീസൽ കാറുകൾ നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉയർന്ന നിർമ്മാണ ചിലവാണ് പലരെയും ഡീസൽ കാറുകൾ നിർത്താൻ പ്രേരിപ്പിച്ച ഘടകം. ഡീസൽ പതിപ്പുകളുടെ ഉൽപാദനം അവസാനിപ്പിച്ച് BS6 നിലവാരത്തിലുള്ള പെട്രോൾ പതിപ്പുകളിലാകും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനോടൊപ്പം തന്നെ CNG ഇലക്ട്രിക് വാഹനങ്ങളെയും കമ്പനി അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ചെറിയ ശേഷിയുള്ള ഡീസൽ എഞ്ചിനുകൾ നിർത്താനൊരുങ്ങുമ്പോൾ ടൊയോട്ടയ്ക്ക് CNG വാഹനങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ കഴിയും. സുസുക്കി ഇന്ത്യയിൽ CNG മോഡലുകൾ വിപണനം ചെയ്യുന്നതിനാൽ ഭാവിയിൽ ടൊയോട്ടയും മാരുതി സുസുക്കിയും തമ്മിലുള്ള ചർച്ചയുടെ അടിസ്ഥാനമായി ഇത്തരമൊരാശയം ഉയർന്നു വന്നേക്കാം. CNGയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ആഗോള വിപണിയിൽ വിൽക്കുന്നതിൽ ടൊയോട്ട അപരിചിതരല്ല. പക്ഷേ ഉൽപാദന ചെലവ് നിയന്ത്രിക്കുന്നതിനുള്ള പ്രധാന ഉറവിടമായി മാരുതി സുസുക്കിക്ക് പ്രവർത്തിക്കാനാകും. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് അതിന്റെ ചില ചെറിയ കാറുകളെ CNG എഞ്ചിനിൽ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കും. 10,000 CNG വിതരണ ഔട്ട്ലെറ്റുകൾ കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെന്നും ഉപഭോക്താക്കൾ ഇതര സൗരോർജ്ജ സ്രോതസ് സ്വീകരിക്കാൻ തുടങ്ങിയെന്നും മാരുതി ഇന്ത്യയുടെ ചെയർമാൻ RC ഭാർഗവ് അടുത്തിടെ പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ വാഹന വ്യവസായം ഒരു മാറ്റത്തിന്റെ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇലക്ട്രിക് കാറുകളിലേക്ക് മാറുന്നതുവരെ CNG ഹരിത ഇന്ധനമായി ഉപയോഗിക്കാൻ മാരുതി സുസുക്കി പ്രോത്സാഹിപ്പിക്കുകയാണ്.